ഇനി നമ്മൾ വീണ്ടും ഒരു സ്പെഷ്യൽ ഡേ വിഷിലേക്ക് പോവുകയാണ്. തൃപ്പൂണിത്തറ അത്തം 2024 അത്തച്ചമയത്തിനോടനുബന്ധിച്ച് നടത്തിയ കലാമത്സരത്തിൽ പൊതുവിഭാഗം പ്രസംഗ മത്സരത്തിൽ രാമചന്ദ്രൻ 1ാം സ്ഥാനം നേടി. തുടർച്ചയായി 6ാം തവണയാണ് 1ാം സ്ഥാനം നേടുന്നത്. അതെ, ആ രാമചന്ദ്രനാണ് നമുക്കൊപ്പം ഇന്ന് ചേരുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് സ്പെഷ്യൽ ഡേ ആണ്. ഗുഡ് മോർണിംഗ് സർ, നമസ്കാരം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. തുടർച്ചയായി 6ാം തവണയാണ് ഇങ്ങനെ ഒരു സ്ഥാനം കരസ്ഥമാക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ 6 തവണയും ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ വിജയിയാവാൻ കഴിഞ്ഞത്? എന്താണ് അതിന്റെ രഹസ്യം? അതായത് ഞാൻ എന്റെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തൊട്ട് തന്നെ ഞാൻ പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഈ മത്സരത്തിന് പിന്നീട് പ്രായമാകുമ്പോൾ വേദി ഇല്ലാതാകുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലൊരു വേദി തൃപ്പൂണിത്തറ അത്തച്ചമയമാണ്. അങ്ങനെ ഒരു വാശിയാണ് നമുക്ക്. മത്സര രംഗത്ത് നമുക്ക് പ്രായമല്ലല്ലോ. അങ്ങനെ കഴിഞ്ഞ എന്തോ ഭാഗ്യം കൊണ്ട് കഴിഞ്ഞ 6 തവണ മൊത്തത്തിൽ 10 തവണ ശരിക്കും പറഞ്ഞാൽ 10 വർഷമായിട്ട് എനിക്ക് 1ാം സമ്മാനമുണ്ട്. ഇടയ്ക്ക് വന്നിട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഹലോ, കേൾക്കാം സാർ. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ മത്സരത്തിന്. പിന്നെ ഞാൻ അത്യാവശ്യം ചെറിയ രീതിയിൽ എഴുത്തൊക്കെ ഉണ്ട്. മാധ്യമങ്ങളിലൊക്കെ രാമായണത്തെ കുറിച്ചും മറ്റുമൊക്കെ ചെറിയ രീതിയിലൊക്കെ എഴുതും. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ നമുക്ക് ചില സന്തോഷ നിമിഷങ്ങൾ വേണമല്ലോ. അപ്പോ ചെറിയ എഴുത്തും കാര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ആക്ച്വലി ബേസിക്കലി ഞാൻ മലയാളമല്ല, ഞാൻ ആക്ച്വലി കൊമേഴ്സ് ആണ്. ഞാൻ കായംകുളം ഹോളി മേരി സെൻട്രൽ സ്കൂളിലെ കോർഡിനേറ്റർ ആണ്. പക്ഷെ മലയാളത്തോടുള്ള ഭാഷയോടുള്ള ഒരു താല്പര്യം മൂലമാണ് ഈ പ്രസംഗം എന്നുള്ള ഇതിലേക്ക് കടന്നതും. സ്കൂൾ, കോളേജ്, യൂണിവേഴ്സിറ്റി തലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ അത്തച്ചമയം പോലത്തെ പരിപാടികൾ ഇങ്ങനെ പങ്കെടുക്കുന്നു. അത് മാത്രമല്ല ഈ 10 കൊല്ലമായി ഇങ്ങനെ ഇതിൽ പങ്കെടുക്കുന്നു. ഇനി അതിൽ നിന്ന് വിരമിച്ചാലോ എന്നൊരു ആലോചനയുണ്ട്. കാരണം ഈ നമ്മൾ എല്ലാ വർഷവും നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുമ്പോൾ മറ്റുള്ളവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ശരി ശരി, എന്തായാലും രാമചന്ദ്രൻ സാർ, ബാക്കിയുള്ളവർക്ക് മാറിക്കൊടുക്കുന്ന താങ്കളുടെ ആ മനസ്സും കാണാതെ പോകരുത്. ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു. കാരണം ഞാൻ എന്റെ സുഹൃത്തുക്കൾ ധാരാളം ഉണ്ട്. ഇതിൽ നിന്ന് മാറണോ വേണ്ടയോ എന്നൊരു പോസ്റ്റ് ഇട്ടപ്പോ അവരുടെ പ്രതികരണം വ്യത്യസ്തമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, തീരുമാനം ഇന്ന് ന്യൂസ് 18ലൂടെ ഞാൻ പ്രഖ്യാപിക്കാം, അവരോടും കൂടി ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ആണോ? എന്താണ് തീരുമാനം? ഇനി മത്സരിക്കുന്നില്ലേ? വിരമിക്കുകയാണോ? മത്സരിക്കുന്നില്ലേ? വിരമിക്കുകയാണോ? വിരമിച്ചാൽ കൊള്ളാവുന്നൊരു താല്പര്യമുണ്ട് എനിക്ക്. ശരി ശരി, കാരണം മറ്റുള്ളവർ കൂടി നമ്മൾ അവസരം കൊടുക്കണ്ടേ. ശരി, എന്തായാലും വലിയ മനസ്സാണ് താങ്കളുടെ. പക്ഷെ ഒന്നുകൂടി ഒന്ന് ആലോചിക്കും അത് വേണോ. എന്തായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് നന്ദി. ഓൾ ദി ബെസ്റ്റ് സർ. തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്.